നമസ്കാരം. ഇസ്രായേലും ഹമാസും തമ്മിൽ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതിന് ശേഷം റെഡ് ക്രോസിനാണ് ഹമാസ് അവരുടെ കൈവശമുണ്ടായിരുന്ന 3 ബന്ദികളെ കൈമാറിയത്. കൈമാറുന്ന വേളയിൽ അതീവ നാടകീയമായ രംഗങ്ങളാണ് അവിടെ അരങ്ങേറിയത്. അങ്ങേറ്റം ഭീതി ജനിപ്പിക്കുന്ന രീതിയിലാണ് ഹമാസ് തീവ്രവാദികൾ അവിടെ ഓരോ രംഗങ്ങളും സൃഷ്ടിച്ചത്. ബന്ദികളെ കൊണ്ടുവന്ന വാഹനത്തിലിരുന്നു കൊണ്ട് തന്നെ അവർ യന്ത്രത്തോക്കുകളും ഹമാസിൻ്റെ പതാകയെല്ലാം ഉയർത്തിക്കാട്ടി മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നുണ്ടായിരുന്നു. തങ്ങൾ വിജയിച്ചു എന്ന രീതിയിലാണ് ഹമാസ് തീവ്രവാദികൾ അവിടെ മുദ്രാവാക്യം വിളിയും മറ്റും നടത്തിയിരുന്നത്. ചില വാഹനങ്ങൾക്കുള്ളിൽ ഇവർ പുറത്തേക്ക് തലയിട്ട് മുദ്രാവാക്യങ്ങൾ വിളിക്കുകയും തോക്കുകൾ ഉയർത്തി കാട്ടുകയും എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. ആകെ ജനങ്ങളെ ഭീതിപ്പെടുത്തുന്ന രീതിയിലുള്ളൊരു അന്തരീക്ഷമാണ് അവിടെ ഉണ്ടായിരുന്നത്. ഏറെ പണിപ്പെട്ടാണ് 3 ബന്ദികളെയും ഇവരുടെ വാഹനത്തിൽ നിന്ന് റെഡ് ക്രോസിന് അവരുടെ വാഹനത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞത് എന്നുള്ളത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയും. ഇത് സംബന്ധിച്ച ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെങ്ങും തന്നെ വൈറലായി മാറിയിരിക്കുകയാണ്. ഹമാസിന് വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എന്നും ഇത്രയും വലിയൊരു പരാജയം നേരിട്ടിട്ടും ഇപ്പോഴും തീവ്രവാദ പ്രവർത്തനത്തെ മഹത്വവൽക്കരിക്കുന്ന രീതിയിലാണ് അവർ പെരുമാറുന്നത് എന്നുമുള്ള വിമർശനം 4 പാട് നിന്നും ഇപ്പോൾ ഉയരുകയാണ്. ഇവരുമായി ഇസ്രായേൽ വെടിനിർത്തൽ ഏർപ്പെട്ടിട്ടുണ്ട് എങ്കിൽ പോലും ഇതിൻ്റെ മധ്യസ്ഥ ചർച്ചകൾക്കായി നേതൃത്വം നൽകിയ ഖത്തറിനെയും ഈജിപ്തിനെയും അമേരിക്കയെല്ലാം എല്ലാം കളിയാക്കുന്ന രീതിയിലാണ് ഹമാസ് ഇന്നലെ അവിടെ പെരുമാറിയത് എന്നാണ് പൊതുവെ വിമർശനം ഉയരുന്നത്. 3 വനിതകളെയാണ് ആദ്യഘട്ടത്തിൽ മോചിപ്പിച്ചത്. ഒരു ഇസ്രായേൽ ബ്രിട്ടീഷ് പൗരത്വമുള്ള വനിതയും മറ്റ് 2 ഇസ്രായേലി വനിതകളെയുമാണ് മോചിപ്പിച്ചത്. അടുത്ത 6 ഘട്ടങ്ങളിലായിട്ടാണ് മറ്റുള്ള ബന്ദികളെ മോചിപ്പിക്കുന്നത്. ഇതിന് പകരമായി ഇസ്രായേൽ ജയിലുകളിലുള്ള ഫലസ്തീൻ തടവുകാരെ വിട്ടയക്കാനും ധാരണയായിട്ടുണ്ട്. ഇന്നലെ ഗാസയിലെ തെരുവുകളിലെങ്ങും തന്നെ ഹമാസ് തീവ്രവാദികളുടെ ആഹ്ലാദ നൃത്തമായിരുന്നു. അവർ AK-47 തോക്കുകളും മറ്റും ഉയർത്തിപ്പിടിച്ചും അവരുടെ പതാകയെ പച്ച നിറത്തിലുള്ള വലിയ പതാകയും എല്ലാം കാട്ടിക്കൊണ്ട് തങ്ങൾ വിജയിച്ചു എന്നുള്ള മട്ടിലാണ് അവിടെ എങ്ങും ആഹ്ലാദ പ്രകടനം നടത്തിയത്. മാത്രമല്ല, ഇത് കണ്ടു നിൽക്കുന്ന ജനങ്ങൾ ഭീതി പരത്തുന്ന രീതിയിലാണ് അവർ അവിടെ പ്രകടനങ്ങളൊക്കെ തന്നെ നടത്തിയത് എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. വെടിനിർത്തൽ കരാറിനെ ശരിക്കും അധിക്ഷേപിക്കുന്ന രീതിയിലാണ് ഹമാസ് ഇപ്പോൾ പെരുമാറുന്നത് എന്നാണ് പല അന്താരാഷ്ട്ര നിരീക്ഷകരും കരുതുന്നത്. പല രാജ്യങ്ങളും ഇക്കാര്യത്തിൽ കടുത്ത ഉത്കണ്ഠ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇസ്രായേലുമായി ഉണ്ടാക്കിയ വെടിനിർത്തൽ കരാർ എത്ര നാൾ കണക്കിന് നീണ്ടു നിൽക്കും എന്ന് പോലും പലരും സംശയിക്കുന്നുണ്ട്. ഇതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം ഹമാസ് തലവനായിരുന്ന യാഹ്യ സിൻവറുടെ സഹോദരൻ മുഹമ്മദ് സിൻവർ ഇപ്പോൾ ഗാസയിൽ വീണ്ടും അവിടെ ഹമാസിൻ്റെ പ്രവർത്തനങ്ങൾ പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതായി സൂചനകൾ ലഭിച്ചിരുന്നു. ഇതൊക്കെ തന്നെ കാണിക്കുന്നത് ഹമാസ് തീവ്രവാദികൾക്ക് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. 2023 ഒക്ടോബർ 7-നാണ് ഇസ്രായേലിലേക്ക് ഇരച്ചു കയറിയ ഹമാസ് തീവ്രവാദികൾ 1000-ലധികം പേരെ കൊല്ലുകയും ഏതാണ്ട് 250-ലധികം പേരെ തട്ടിക്കൊണ്ടു പോവുകയും ചെയ്തത്. ഇവരുടെ ബന്ദികളെ കഴിയുന്നതിൽ എത്ര പേർ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് പോലും ആർക്കും നിശ്ചയമില്ല. എങ്കിലും ഖത്തറും ഈജിപ്തും അമേരിക്കയെല്ലാം മുൻകൈയെടുത്ത് നടത്തിയ സമാധാന ചർച്ചകളുടെ ഫലമായിട്ടാണ് ഇപ്പോൾ ബന്ദിമോചനം ആരംഭിച്ചിരിക്കുന്നത്. എന്നാൽ എത്ര നാൾ ഹമാസുമായി ഇത്തരത്തിലുള്ള ഒരു നല്ല ബന്ധത്തിൽ പോകാൻ കഴിയുമെന്ന് ഇസ്രായേലിൽ ഇപ്പോഴും സംശയമുണ്ട്. മാത്രവുമല്ല, നേരത്തെ തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഹമാസ് വീണ്ടും പഴയ സ്വഭാവം കാണിക്കുകയാണെങ്കിൽ ശക്തമായി തന്നെ ഞങ്ങൾ തിരിച്ചടിക്കുമെന്ന്. ഒരുപക്ഷേ നാളെ അതിലേക്കാണോ കാര്യങ്ങൾ നീങ്ങുന്നത് എന്ന് സംശയിക്കത്തക്ക രീതിയിലാണ് ഇപ്പോൾ ഹമാസ് തീവ്രവാദികൾ ബന്ദികളെ വിട്ടയക്കുന്ന വേളയിൽ പെരുമാറിയത് എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ഗാസയിലെ സാധാരണ ജനങ്ങളെ സംബന്ധിച്ച് അവർ ഇനി അങ്ങോട്ട് തങ്ങൾക്ക് ആശ്വാസ ദിനങ്ങളായിരിക്കും ഉണ്ടാവുക എന്നാണ് എല്ലാവരും കരുതിയിരുന്നത്. എന്നാൽ ഹമാസ് തീവ്രവാദികൾ നടത്തിയ ഈ ഒരു ശക്തി പ്രകടനം ഇപ്പോൾ അവരിലും സംശയം ജനിപ്പിക്കുന്നതാണ്. മാത്രമല്ല, ഇവർ ഈ പ്രകടനങ്ങളൊക്കെ തന്നെ നടത്തിയത് തകർന്ന് തരിപ്പണമായി കിടക്കുന്ന ഗാസയിലെ മണ്ണിലൂടെയാണ് എന്നുള്ളതാണ് പല അന്താരാഷ്ട്ര നിരീക്ഷകരും വിലയിരുത്തുന്നത്. ഹമാസിൻ്റെ പ്രവൃത്തി കൊണ്ട് തകർന്ന് തരിപ്പണമായ ഒരു ഭൂമികയിലൂടെയാണ് ഇവരെല്ലാവരും കഴിഞ്ഞ ദിവസം വിജയാഹ്ലാദ പ്രകടനം നടത്തിയത് എന്നുള്ളതും വളരെ വിചിത്രമായിട്ടാണ് പല അന്താരാഷ്ട്ര മാധ്യമങ്ങളും വിലയിരുത്തുന്നത്.